സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. കേരളത്തിൽ സോഹോ റോബോട്ടിക് റിസർച്ച് സെന്റർ ആരംഭിക്കാൻ പോകുന്നു. ശരിക്കും ആരാണ് സോഹോ? ആ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും IT ബിസിനസ് വിജയകരമായി നടത്താമെന്ന് തെളിയിച്ചവരാണ് സോഹോ. ഇവർക്ക് തമിഴ്നാട്ടിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ക്യാമ്പസ് കൂടെയും ഉണ്ട്. കേരളത്തിലെ കോളേജ് ജൂലൈ 2 കൊട്ടാരക്കരയിലാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിനോട് ചേർന്ന് IT പാർക്ക് നിർമ്മിക്കാനും സോഹോ പ്ലാൻ ചെയ്യുന്നതായി അറിയിച്ചിട്ടുണ്ട്. ശബരിമലയിൽ റോപ്പ് വേ വരുന്നു. കേന്ദ്ര സംസ്ഥാന ബോർഡുകളുടെ അനുമതിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും റോപ്പ് വേ വഴിയാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം. ഇതോടൊപ്പം അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങളും ഉണ്ടാകും. 60 കേബിൾ കാറുകൾ ചരക്ക് നീക്കത്തിനും 3 എണ്ണം ആംബുലൻസിനും ഉപയോഗിക്കും. നിലവിൽ ചരക്കു നീക്കത്തിന് ട്രാക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. റോപ്പ് വേ പൂർത്തിയായാൽ പമ്പയിൽ നിന്നും 10 മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ സന്നിധാനത്തെത്തിക്കാൻ സാധിക്കും. KSRTCയുടെ ട്രാവൽ കാർഡ് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. KSRTC ട്രാവൽ കാർഡ് എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലേക്കാണ് വ്യാപിപ്പിക്കുന്നത്. ഇന്നു മുതൽ ട്രാവൽ കാർഡ് വിതരണം ആരംഭിക്കുന്നതാണ്. 100 രൂപയാണ് കാർഡിന്റെ വില. ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള സവിശേഷതകൾ: 50 രൂപ മുതൽ 3000 രൂപ വരെ റീചാർജ് ചെയ്യാം. കാർഡുകൾ നമുക്ക് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർക്ക് ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. കേരളത്തിലൂടെ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ മോശം ഭക്ഷണം. 3 മാസത്തിനിടയിൽ 21 ലക്ഷം പിഴ ഈടാക്കി റെയിൽവേ. കൊച്ചി ബേസ് കിച്ചൺ പരിശോധിച്ച് റെയിൽവേ അധികൃതർ. ഗുരുതരമായ വീഴ്ചകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ക്ലീനായ വാട്ടർ ഫെസിലിറ്റി ഇല്ല, കുക്ക് ചെയ്യാൻ കറക്റ്റായ പാത്രങ്ങളില്ല, പ്രോപ്പർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും സ്റ്റാഫുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും പുതിയ വെതർ അപ്ഡേറ്റ്സ്. കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനിയും നിങ്ങൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഉടൻ നിങ്ങളുടെ ബാങ്കുമായി കോൺടാക്ട് ചെയ്യുക. ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് 7 ബാങ്കുകൾ. RBI റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തിയതിന് പിന്നാലെയാണ് റേറ്റ് കുറച്ചത്. SBIയുടെ പുതിയ നിരക്ക് ജൂൺ 15 മുതലേ നിലവിൽ വന്നിരുന്നു. ഇനി ഈ പറയുന്ന ബാങ്കുകളാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നത്: കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിന്റെ അപ്ഡേറ്റ് ചെയ്ത റേറ്റ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു വരുന്നതായിരിക്കും.